ഹേ ഗൈസിൻ്റെ പുതിയ വിളിക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീയിൽ ഹൈഡ് ആൻഡ് കില്ല് കളിക്കാൻ പോവാണ്. അത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ട് 3 ബോയ് ഫ്രണ്ട്സ് ആൻഡ് 3 ഗേൾ ഫ്രണ്ട്സ്. പക്ഷെ അതിൽ ഒരു ബോയ് ട്രവറാണ്. താണ്ട് ഈ ബ്ലാക്ക്. ഹലോ ഗൈസ്, ഞാൻ ട്രവർ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലേ? ഓക്കെ, അപ്പം ഞാൻ അവിടെ പോയി എന്താ പറയുക എണ്ണം നിങ്ങൾ ഓരോരുത്തരെയും ഒളിക്കണം. ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് കണ്ടുപിടിക്കുന്ന ആൾക്കൊരു സമ്മാനമുണ്ട്. അതൊരു കാറാണ്. ഞാൻ ഏതാണെന്ന് റിവീൽ ചെയ്യുന്നില്ല. ബാക്കി ഇന്നത്തേന്ന് പറഞ്ഞാൽ ഹൈഡ് ആൻഡ് സിക്ക് അല്ല, ഹൈഡ് ആൻഡ് കിൽ. ആ കണ്ടുപിടിക്കുന്ന ആളത്തെ കില്ല് ലാസ്റ്റത്തെ ആളെ മാത്രം കില്ല് ചെയ്യത്തില്ല, അയാൾക്ക് ആ സമ്മാനം കിട്ടും. അതാണ് ഇന്നത്തെ ഗെയിം. അപ്പം ഞാൻ തുടങ്ങട്ടെ ഗൈസ്. പിന്നെന്താ, തുടങ്ങിക്കോളൂ. ഓക്കെ, അപ്പം ഞാൻ പോയി കൗണ്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, റെഡി, 1 2 3. അപ്പം എല്ലാവരും പോയി ഒളിച്ചു കൊള്ളൂ ഗൈസ്. ഞാൻ ഈ ഭാഗത്ത് ഒന്ന് കൗണ്ട് ചെയ്യാം. ഓക്കെ, 1 2 3 4. ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി. എത്ര കൗണ്ട് ചെയ്യുന്നു? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഞാൻ 100 വരെ എണ്ണാൻ പോണേ. 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100. ഓക്കെ, അപ്പം എല്ലാവരും ഒളിച്ചാലും ഒളിച്ചില്ലെങ്കിലും കിൽ. ഓക്കെ, നമുക്കൊരു ബൈക്ക് ആദ്യം സ്പോൺ ചെയ്യാം. നമുക്ക് ആദ്യം ട്രീ ഹൗസ് പോയി നോക്കാം. കാർ വേണ്ട, ബൈക്ക് മതി. ഞാൻ ബുള്ളറ്റ് എടുക്കാം. ഓക്കെ, ഗോയിങ് ടു ട്രീ ഹൗസ് ഗൈസ്. ട്രീ ഹൗസിൽ നേരെ പോവാം. ട്രീ ഹൗസിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഈ ട്രീ ഹൗസിൻ്റെ വീഡിയോ എൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് എങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ആദ്യം ട്രീ ഹൗസിൽ തന്നെ ചെക്ക് ചെയ്യാം. അവിടെ ആരെങ്കിലും കാണുമായിരിക്കും. ഞാൻ എൻ്റെ വീട് ചെക്ക് ചെയ്തില്ല, അത് കുഴപ്പമില്ല. ഓക്കെ, ട്രീ ഹൗസ് ചെക്ക് ചെയ്തിട്ട് എൻ്റെ വീട് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏറ്റവും മുകളിൽ ഏറ്റവും മുകളിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് പോവാം. അതിനുമ്പ് ഒരു കാര്യം എനിക്ക് ആലോചിക്കാനുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അത്? ഓക്കെ, കയറിക്കോ. ആ ഹെൽമെറ്റൊക്കെ വെച്ചോ. അയ്യോ, ഓക്കെ, കയറിക്കോ. അകത്ത് ഞാൻ പോയി ചെക്ക് ചെയ്തിട്ട് വരാം ഗൈസ്. അകത്ത് ആരെങ്കിലും ചിലപ്പം കാണുമായിരിക്കും, പുറത്ത് കാണത്തില്ല. ഏകത്ത് കാണുമായിരിക്കും, ഏകത്ത്. ഓക്കെ, അയ്യോ, ഞാൻ തലയിടിച്ച് വീണു. ഇവിടെ സ്ലിപ്പായി ഗൈസ്, സ്ലിപ്പായിപ്പോയി. ഇവിടെ എൻ്റെ എൻട്രി എവിടെയെന്ന്? എൻട്രൻസ് അപ്പുറം വരെ ഞാൻ നടക്കണോ? ഓക്കെ ഗൈസ്, നോക്കട്ടെ. കണ്ണ് കയ്യിൽ പിടിക്കട്ടെ. ഇത് പിടിക്കാം. നോർമലും കണ്ണ് പിടിച്ചാൽ പോലീസ് ഒന്ന് പിടിക്കും, അതാ സീന്. ഇതാരിത്? എൻ്റെ പുന്നാൻ്റെ ഫ്രണ്ടേ. ഗുഡ് ബൈ ഫോർ എവർ. അയ്യോ, എന്നെ കൊല്ലല്ലേ.
ഇത് ഹൈഡ് ആൻഡ് കില്ലാണ്, നോക്കിയിട്ട് വരണം. ബൈ ബൈ. ഓക്കെ ഗൈസ്, അങ്ങനെ ഒരാളെ കിട്ടി, മരിച്ചു. എൻ്റെ ഒരു ഗേൾ ഫ്രണ്ടിനെയാണ് കിട്ടിയത്. ആ ഗേൾ ഫ്രണ്ടിനെ ഞാൻ കൊന്നത് ബിക്കോസ് ഇറ്റ് ഈസ് ഹൈഡ് ആൻഡ് കിൽ. എൻ്റെ ബൈക്ക് അവിടെ പോയി. ഓ, അത് ഇവിടം വരെ കൊണ്ടുവരാൻ ഞാൻ അങ്ങ് കൊണ്ടുവച്ച്. ആ സീനില്ല. ബൈക്ക് എടുത്ത ഏത് മുക്കിലും മൂലയിലും വരെ കയറിപ്പോകാൻ പറ്റും. അതാണ് ബൈക്കിൻ്റെ ഗുണം. സ്റ്റെപ്പൊക്കെ ഞാൻ ബൈക്ക് ഓടിച്ചാൽ കയറി വന്നത് ഗൈസ്. നിങ്ങൾ പിന്നെ കണ്ടു കാണും. ഓക്കെ, ഇതുവഴി എക്സിറ്റ് ഉണ്ടോ? ഇതുവരെ എക്സിറ്റ് ചെയ്യാം ഗൈസ്. അയ്യോ ഓക്കെ, എക്സിറ്റ്. അയ്യോ, എൻ്റെ ബൈക്ക് ഞാൻ ഇപ്പോൾ ഒന്ന് വീഴും. ഓക്കെ, ഇനി വീട്ടിൽ ഞാൻ ചെക്ക് ചെയ്തില്ല. ആദ്യം വീട്ടിൽ പോയി ചെക്ക് ചെയ്യണോ എന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും വീട്ടിൽ ചെക്ക് ചെയ്യാം. മിക്കവാറും അവിടെ ആരും കാണത്തില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ ആരും അവിടെ ഒളിച്ചിരിക്കാൻ ചാൻസ് ഇല്ല. ബുദ്ധി ഉണ്ടെങ്കിലേ ആരും അവിടെ നിൽക്കാൻ ചാൻസ് ഇല്ല ഗൈസ്. നോ വൺ വിൽ ബി ദ. ഓക്കെ, ഇവിടെ ആരും നിൽക്കുന്നില്ല. ഈ താഴത്തെ ഫ്ലോറിൽ ആരുമില്ല. ചിലപ്പോൾ മോളിൽ കാണുമായിരിക്കും. മുകളിലും ആരുമില്ല. അപ്പോൾ ബുദ്ധിയുണ്ട് എല്ലാവർക്കും. പുറത്ത് പോയാൽ ഒളിച്ച് നിൽക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ആൾ. നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. നേരെ നമുക്ക് ഗോഡൗണിൽ പോവാം. ഗോഡൗൺ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്തോ. ഓക്കെ, നോക്കട്ടെ ഞാൻ. ഈ സൈഡിൽ ആരെയും കാണുന്നില്ല. അപ്പം അപ്പുറത്തെ സൈഡിൽ കാണുമായിരിക്കും. ഈ സൈഡിൽ ആരില്ല. അതിൻ്റെ അങ്ങറ്റത്തെ സൈഡുണ്ട്. അവിടെ ചിലപ്പോൾ ആരെങ്കിലും കാണുമായിരിക്കും. അയ്യോ, വണ്ടിക്ക് ബ്രേക്കില്ലേ. ഓക്കെ, പതുക്കെ പോയി നോക്കാം. ഓക്കെ ഗൈസ്, ലെറ്റ് മീ ചെക്ക് അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന്. ആ, എൻ്റെ കൂട്ടുകാരെ, അപ്പം നീയും തോറ്റു. ഒരു മിനിറ്റ്, ഇവിടെ ആര് കൊല്ലിയാര് കിടക്കുന്നത്? അയാൾ മാഞ്ഞു പോയാ? അപ്പം നിനക്കും ബൈ ബൈയുടെ കൂട്ടുകാരെ. യു ആർ ഓൾസോ ഡെഡ്. ഓക്കെ ഗൈസ്, നീ വണ്ടി എടുത്ത് അടുത്ത സ്ഥലം പോയി നോക്കാം. മിലിറ്ററി ബേസിൽ ആരും പോകാൻ ചാൻസ് കാണത്തില്ല. നീ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ്റെ ആരും കാണാൻ ചാൻസ് കാണത്തില്ലായിരിക്കും തോന്നുന്നു. നേരെ എയർപോർട്ടിലേക്ക് വിടാം. ഓക്കെ, ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ഇനി നടന്നു പോയി നോക്കാം ആരെങ്കിലും അപ്പുറത്തെ സൈഡിലുണ്ടോയെന്ന്. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകാം. ഇതാരിത്? എൻ്റെ പുന്നാര കൂട്ടുകാരി. അപ്പം നിനക്കും ശുഭം. ഗുഡ് ബൈ. ഓക്കെ, ഇനി എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയും 2 കൂട്ടുകാരന്മാരുമാണ് ഉള്ളത്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് നേരെ ആ ട്രവറിൻ്റെ വീട്ടിലേക്ക് വിടാം. ട്രവറിൻ്റെ വീടില്ലേ, അങ്ങോട്ട് പോവാം. അവിടെ ആരെങ്കിലും കാണുമോ എന്തോ. അതിനുശേഷം നേരെ ഷോറൂമിൻ്റെ അങ്ങോട്ട് പോവാം. പോലീസ് സ്റ്റേഷനിൽ ആരും കാണാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഞാൻ നോക്കിയിട്ട് വരട്ടെ ഗൈസ്. അകത്തോട്ട് നമുക്ക് പോവാം. ട്രവറിൻ്റെ വീട്ടിൽ നിൽക്കുന്നു. അതിശയം. അപ്പം ഗുഡ് ബൈ ഡാ ട്രവറെ. നിനക്കും ശുഭം.
നിങ്ങൾക്ക് ആദരാഞ്ജലി നേരത്തെ. ഓക്കെ, ഇനി അടുത്ത സ്ഥലത്ത് പോവാം. ഇപ്പം എത്ര പേരായി? 2 കൂട്ടുകാരന്മാരും 2 കൂട്ടുകാരികളും അല്ലേ? ഇനി 2 പേരും ഒന്നേ ഉള്ളൂ. കൺസ്ട്രക്ഷൻ സൈറ്റിൽ ആരും കാണാൻ ചാൻസ് കാണത്തില്ലായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് നേരെ ഗോയിങ് ടു ഷോറൂം. അയ്യോ 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 അയ്യോ. ഓക്കെ, ഇതെന്താണ് ഇവന്മാർ ഇവിടെ വന്ന് വണ്ടി ഓടിക്കുന്നത്? അടിപൊളി വണ്ടി കൊണ്ട് ഇടിച്ച്. ഷോറൂമിലേക്ക് നേരെ പോകാം. കൺസ്ട്രക്ഷൻ സൈറ്റിൽ ആരും കാണാൻ ചാൻസ് കാണത്തില്ല, എനിക്ക് ഉറപ്പാണ്. നീ ഈ വീട്ടിൽ ആരെയും കാണോ? ഓക്കെ, നേരെ ഷോറൂം. അയ്യാ, വണ്ടിക്ക് ബ്രേക്കില്ലേ? ഓക്കെ, മോളില് താഴെ ആരുമില്ല, അപ്പം മോളിലായിരിക്കും ഉള്ളത്. ഓക്കെ ഗൈസ്, മോളിൽ നമുക്ക് എന്തായാലും പോയി ചെക്ക് ചെയ്യാം. ആരെങ്കിലും അവിടെ കാണുമോ? ഒരു മിനിറ്റ്. ഓക്കെ, അതേണ്ട നിൽക്കുന്നുണ്ട് പുന്നാരക്കൂട്ടുകാരി. അപ്പോൾ നിനക്കും ശുഭം ആദരാഞ്ജലി നേരത്തെ. ഓക്കെ ഗായ്സ്, ഇനി എൻ്റെ ഒരു കൂട്ടുകാരൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അവൻ വിജയിച്ചിരിക്കുന്നു. അവൻ എവിടെയാണോ എന്തോ. അപ്പം നമുക്ക് വിളിച്ചു ചോദിക്കാം. ആടാ കൂട്ടുകാരൻ, നീ എവിടെയാ? നീ എന്താ ആളെ പറ്റിക്കുകയാണോ? ഇത് ചീറ്റിങ്ങാ? ഇത് ചീറ്റിങ്? എടാ, ചീറ്റിംഗ് ഒന്നുമില്ല, നീയാ വിന്നർ സത്യമായിട്ടും. ഞാനാണോ വിന്നർ? അതേടാ, ബാക്കി എല്ലാവരെയും കൊണ്ട് എന്നെ 3 കൂട്ടുകാരികളും കണ്ടുപിടിച്ചു. 2 കൂട്ടുകാരന്മാരും കണ്ടുപിടിച്ചു. പറഞ്ഞാൽ ട്രവർ വേറൊരു കൂട്ടുകാരൻ. ഇപ്പം നീയാണെങ്കിൽ ബാക്കിയുള്ളത് കണ്ടുപിടിക്കട്ടെ. അതിൻ്റെ അടുത്ത് നീ ജയിച്ചു. ശരിക്കും? അതെ. അതൊക്കെ പോട്ടെ, നീ എവിടെ ഒളിച്ചിരുന്നേ? ഞാൻ ഒളിച്ചിരുന്നത് ജുറാസിക് പാർക്കിൽ റെയിൽവേ സ്റ്റേഷനിൽ. അവിടെ പോയി ഒളിച്ചിരുന്നാ? അത് ശരി, ഞാൻ അവിടെ നോക്കിയില്ലടാ. ഞാൻ പ്രതീക്ഷിച്ച്. അപ്പം നീ എന്തായാലും വീട്ടിലേക്ക് വരുമോ? ഞാനും വീട്ടിലേക്ക് വരാം. നീ പൊയ്ക്കോടാ, ഞാൻ വരാം. അപ്പം നിൻ്റെ സമ്മാനം ഞാൻ ഇപ്പം തരാടാ. ഓക്കേടാ ചങ്ക്. ഓക്കെ ഗൈസ്, എൻ്റെ ആ കൂട്ടുകാരൻ ജയിച്ചൊക്കെയാണ് ഈ ഗെയിമിൽ. നേരെ വീട്ടിലേക്ക് പോവുക, സമ്മാനം ഇട്ട അവന് കൊടുക്കുക. ഓക്കെ, വീട്ടിലേക്കുള്ള സിമ്പിൾ വഴിയല്ലോ ഉണ്ട്. അവൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ. ഓക്കെ, നമുക്കെന്തായാലും പോകാം. പതുക്കെ. ഈ ബൈക്കിന് 180 കിലോമീറ്റർ വരെ പോവുള്ളൂ. അയ്യേ, ഇതെന്ത് ബുള്ളറ്റ് ഇത്! ഇതിലും വേറെ ഏതൊക്കെ വണ്ടി 200 കിലോമീറ്ററിൽ വരെ പോവും സ്പീഡ്. ഡിഫൻഡർ, അതിൻ്റെ ഡോർ ജാമായിപ്പോയി. അവനില്ലേ, എൻ്റെ മറ്റേ കൂട്ടുകാരൻ എവിടെ? റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒളിച്ചിന്ന്. ഞാൻ അവിടെ പോയി ഒന്നും നോക്കിയില്ല, ഈ അടുത്ത സ്ഥലത്തൊക്കെ നോക്കിയുള്ളൂ. അതാ. ഓക്കെ, യവനെ കാണാനില്ലല്ലോ. യവൻ വന്നില്ലേ? കുറച്ച് സമയം എടുക്കും, ദൂരല്ലേ. കാറ് ഞാൻ ഇവിടെ ഒരുക്കി വയ്ക്കാം. കാറില്ലേ, ഞാൻ ഇവിടെ സെറ്റാക്കി വയ്ക്കാം ഗൈസ്. അപ്പത്തേക്ക് അവൻ വരുന്നു വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, എൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അപ്പം യവനുള്ള ഗിഫ്റ്റ് എന്താണെന്നറിയാം. അങ്ങോട്ട് നോക്കടാ. എടാ, ബുഗാട്ടി ചിരണ. എടാ, താങ്ക് യുടെ ചങ്ക്, നീയാണ് നമ്മുടെ ചങ്ക്. താങ്ക് യു. അല്ല, താങ്ക് യു അല്ല, ഞാൻ വെൽക്കം അല്ലേ. വെൽക്കം.
അപ്പോൾ ഓക്കെ ഗൈസ്, അത്രയുള്ള ഈ വീഡിയോ. എൻ്റെ ഈ കൂട്ടുകാരൻ ജയിച്ചേക്കുന്നു, അവൻ്റെ ഗിഫ്റ്റാണ് ഇത്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ. അപ്പോൾ ഇനി പുതിയ വീഡിയോസ് കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്, ഗുഡ് ബൈ.